മമ്മി ആൻഡ് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു താറാവ് കറിയാണ്, പാൽക്കറിയാണ് വയ്ക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് നമ്മുടെ കിച്ചണിലേക്ക് നമ്മുടെ താറാവ് ഇപ്പോൾ കുക്കറിൽ റെഡിയായി 4 വിസിലടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ അതിൻ്റെ കറിക്ക് പാകപ്പെടുത്താനുള്ള സാധനങ്ങൾ ഇത് ഇഞ്ചി, 2 പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പല, ഉള്ളിയും കുരുമുളകും കൂടി ചതച്ചത്, പിന്നെ പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്. ഇതിൽ നമ്മൾ കറി ആവശ്യത്തിന് സവാളയുണ്ട്. ഓക്കെ. ആ അമ്മ വിട്ടതാരാണ്? അമ്മയെന്ന് പറഞ്ഞതാരാണ്? അത് എൽസിയാണ്. ഇനി ആ ഇത് അവിടെ ഒരു ഐറ്റം വേറെ കാണുന്നുണ്ടല്ലോ. ഉള്ളി കാച്ചി ഒഴിക്കാൻ അവസാനം. ശരി. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. ഓക്കെ. ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഒന്നിച്ചോണ്ട് ഇടാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, നമ്മുടെ ഉള്ളിയും കുരുമുളകും കൂടി ഒതുക്കിയതല്ലേ? ഒരു 2 വലിയ സവാളയുണ്ട്. ഇത് വാടി കഴിയുമ്പോൾ കുറച്ച് നമ്മൾ മിക്സിയിൽ അരച്ച് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ ഇന്നിവിടെ അരച്ച് ചേർക്കണില്ല. മസാല, ഏലക്കയും പട്ടയും ഒരു ജാതിപത്രിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ കരയാമ്പൂ. എൻ്റെ കൂട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലുണ്ട്. ആ, അത് നന്നായി ചേർക്കും. പൊടി അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് ചേർക്കാം. ഇത് നമ്മളുടെ മസാല പൊടി ഒന്ന് ചതച്ചത്, ചതച്ചത് നന്നായി ഒന്നും കൂടി ചതയായിരുന്നു. എൽസേച്ചി ഒന്നും കൂടെ ചതയ്ക്കായിരുന്നു എന്ന് പറയാൻ മമ്മി. ചതയിൽ ഇത്തിരി കുറവാണ്. ഓക്കെ. ഇത് ഇങ്ങനെ ഞാൻ കയറ്റി വെക്കാണ് പൊടി. ഒരു 3 നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇടാം, ചാറിന് കുറുകിൽ കിട്ടാൻ. എനിക്കിപ്പോൾ ഇത്രയും മതി. ശരി. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ചേർത്ത് യോജിപ്പിക്കാം. നന്നായിട്ട് അത് മൊരിയൊന്നും വേണ്ട. നമ്മുടെ പച്ചമണം, മല്ലിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഓക്കെ. അപ്പം നമുക്ക് താറാവൊക്കെ നല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ജ്യൂസ് ഒഴിക്കുന്നത്. സ്റ്റോക്ക് അതിലൊന്നും അങ്ങോട്ട് മിക്സ് ആയിക്കോട്ടെ. ഒരുവിധം വെന്തിട്ടുണ്ട്. അടുത്തത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണോ? ഇത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടുണ്ട്. ഡക്ക് കഴിക്കാത്തവര് ഈ ഉരുളക്കിഴങ്ങ് പറക്കി കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ഇതിൽ നമുക്ക് അത്യാവശ്യം ഇതിനാവശ്യമുള്ള ഉപ്പിടാം. മമ്മി ഇതിനകത്ത് 2-ാം പാൽ ഒഴിക്കണം കേട്ടോ. കറിയുടെ കളറായോ? യെല്ലോയിഷ്. ഒരു പച്ച വരണം. പച്ചമുളകൊക്കെ അല്ലേ, പച്ചമുളകും കുരുമുളകും പൊടി മാത്രമാണ് ഇതിൻ്റെ എരിവ്. വേറെ ഒന്നുമില്ല, പൊടികളില്ല. മറ്റേ ഇത് നമ്മളിടില്ല. ഓക്കെ. ചുവന്ന മുളക് ഇടില്ല. ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് ഇത് ഇടാം. നമ്മൾ താറാവിനും കൂടി ചേർക്കാം.
തിളച്ചു തുടങ്ങി. തിളച്ചു തുടങ്ങി. വേവിച്ച് വെച്ച താറാവിനെ നമ്മൾ അതെ, നല്ല താറാവായിരുന്നു കേട്ടോ. അത് നന്നായി തിളയ്ക്കുമ്പം അടയ്ക്കണം. നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് പൊട്ടറ്റോ ഒന്ന് വേവണ വരെ അടച്ച് നോക്കട്ടെ. അപ്പം നമ്മളുടെ പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് വെന്തു, ഇറച്ചിയൊക്കെ വെന്തു. ഇവിടെ എൽസി ചിക്കൻ വറുക്കുകയാണ്. നമ്മൾ ആദ്യത്തെ പാലൊഴിക്കണം കേട്ടോ. ആദ്യത്തെ പാലൊഴിച്ച് ചൂടായി കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടാൽ നമ്മുടെ കുക്കിങ് അവസാനിച്ചു. അധികം നമുക്ക് തിളയ്ക്കണ്ട, ചൂടായ നമുക്ക് ചെറിയ ചൂട് വന്നിട്ടുണ്ട്. നമ്മുടെ പെരിഞ്ജീരകം ലാസ്റ്റ് മേമ്പൊടി. ഓക്കെ, ഇനി കഴിഞ്ഞു. ഉള്ളി കാച്ചി ഒഴിക്കണവർക്ക് ഒഴിക്കാൻ പറ്റും. മമ്മി ചെയ്യണില്ല, എണ്ണ ഇവിടെ കുറവാണ് വേണ്ടത്, അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. കാച്ചൊഴിക്കൽ വേണ്ട. വേണ്ട. ഓക്കെ, ചിക്കൻ എൽസിയുടെ ചിക്കൻ വറുക്കണം. അപ്പോൾ എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. നന്ദി, നമസ്കാരം.